അസ്സലാമലൈക്കും. SR ഖലീജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് 1 കിലോ ഞണ്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയാണ്. നമുക്കതെങ്ങനെയാണ് ഒന്ന് ഫ്രൈ ആക്കണമെന്നൊന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ഞണ്ട് ഇതേമാതിരി കയ്യോടുകൂടി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഒരു ഞണ്ട് ഞാൻ 4 പീസാക്കിയാണ് കട്ട് ചെയ്തെടുക്കുക. ഇതൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് മൈദ അല്ല ബട്ടർ മിക്സിലോട്ട് മുക്കിയാണ് ഇത് പൊരിക്കുന്നത്. ഇതിന് ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതിന് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അതേമാതിരി ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പാലാണ്. ലോങ് ലൈഫ് പാലാണ്. ഏത് പാലായാലും പ്രശ്നമില്ല, പാലാണ്. നമുക്കതൊന്ന് നോക്കാം. ഞാൻ ഇതിനകത്തോട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത്, ഇതിനകത്തോട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത്, ഇനി അത് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. നോക്കൂ. ഇനി ഇതിനകത്തോട്ട് കുറച്ച് പാല് വീറ്റി ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കണ്ടല്ലോ നിങ്ങൾ, കുറച്ച് പാൽ ഇതിനകത്തോട്ട് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിരുന്നൊന്ന് റെസ്റ്റ് ആയതിന് ശേഷം ബാക്കിയുള്ള ചേരുവ നമുക്ക് ചേർത്ത് അത് ഫ്രൈ ആക്കി എടുക്കാം. കാണാമല്ലോ നമുക്ക്. ഇത് പാലിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് മിക്സായി മുളകും ഉപ്പും എല്ലാം പിടിച്ച് വന്നതിന് ശേഷം നമുക്കത് ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഞണ്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുത്താലോ. ഞാൻ ഇതേമാതിരി ഒരു തമ്പൂറ ബട്ടർ മിക്സാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിനകത്തോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു ഫ്രൈ പാനിലോട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ തിളച്ച് കിടക്കേന്. ഇതൊന്ന് നമുക്ക് മുക്കി എടുത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് പൊടിച്ച് ഫ്രൈ ആക്കി എടുക്കാം. നോക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ടമ്പൂറ മിക്സ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരേ പീസ് ഈ ഞണ്ട് ഒരേ പീസ് നമുക്ക് ഇതിനകത്തോട്ടിട്ട് ഒന്ന് മുക്കി എടുത്തിട്ട് നമുക്ക് ആ എണ്ണയിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. നോക്കൂ. ഒരേ പീസ് ഇതേമാതിരി എണ്ണയിലോട്ട് ഇതേമാതിരി മുക്കി എടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. എണ്ണ നല്ല തിളച്ച് കിടക്കുകയാണ്. എണ്ണ നല്ലതുപോലെ തിളച്ച് കിടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കണ്ടല്ലോ നമ്മൾ. ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നോക്കൂ. നോക്കൂ, ഞണ്ടെല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ആയി കോരി എടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കാണി, എല്ലാം ഫ്രൈ ആക്കി കോരി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. അങ്ങോട്ട് നോക്കിയാണേ, ഞാൻ ഇതിലോട്ട് ഒന്ന് സർവ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഞണ്ട് നമ്മൾ ഫ്രൈ ആക്കിയത്. മാഷാ അല്ലാഹ്. നോക്കിക്കാണി, കഴിക്കാൻ സൂപ്പറാണ്. ഇടക്കടക്കടായിരിക്കും, കടക്ക് മാതിരി ഇരിക്കും. ഇതേമാതിരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നോക്കിക്കാണി, നമ്മുടെ ഞണ്ട് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കോളി, ഉണ്ടാക്കിക്കോളിയും കണ്ടോളി. കണ്ടല്ലോ നിങ്ങൾ നോക്കിക്കാണി. ഇനി അതിലോട്ട് നമുക്കൊരു ഗാർണിഷ് ചെയ്തെടുക്കാം. നോക്കൂ. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് 2-3 പച്ചമുളകും കൂടെ അവിടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾ നോക്കിക്കാണി സഹോദരങ്ങളെ, ഈ ഞണ്ട് ഫ്രൈ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കാണി. നോക്കൂ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കിത് ഇഷ്ടമായാൽ നിങ്ങളെ ഫാമിലികൾക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.